Hello friends, welcome to Just Creative World. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പവും താറാവ് കറിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ കള്ളപ്പത്തിൽ കള്ളും ആഡ് ചെയ്യുന്നില്ല, ഈസ്റ്റും ആഡ് ചെയ്യുന്നില്ല. ഇത് രണ്ടും ഇല്ലാതെ തന്നെ കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. താറാവ് കറിയാണെങ്കിലും നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഒരുപാട് ചേരുവകളും ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് പൊടികളും ആഡ് ചെയ്യുന്നില്ല. ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ ആവശ്യം വരത്തുള്ളൂ. താറാവിന് എന്തായാലും കുറച്ചധികം കുക്കിംഗ് ടൈം വരും, ആ ഒരു ടൈം മാത്രമേ ഇതിന് വേണ്ടി വരത്തുള്ളൂ. കള്ളപ്പം കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ തേങ്ങാവെള്ളം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി 2 കപ്പ് തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നമ്മളൊന്ന് കലക്കി വെക്കണം. അതായത് നാളെയാണ് ഇപ്പം അപ്പത്തിന് അരയ്ക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇതൊന്ന് കലക്കി വയ്ക്കുക. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ തന്നെ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം നമ്മളിത് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി 1.5 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ ഇത് ചിലപ്പം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയാണ്. ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ചിലപ്പം ഇത് അരയത്തില്ല. അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ചോറാണ്. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല. അതിനുശേഷം 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. അതായത് ക്യുമിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി ഇത് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമായി പോകരുത്. കാരണം കള്ളപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുക. ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിലായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന കാരണമാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇത് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാം. അതായത് 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. കുറച്ചും കൂടെ സോഫ്റ്റായിട്ടായിരിക്കും വരിക. അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരി സെപ്പറേറ്റ് അരയ്ക്കണം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറെയും അരയ്ക്കണം. അങ്ങനെ വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമ്മളിത് അരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിലായിരിക്കും വരിക. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇതിനകത്ത് നമ്മളിപ്പം കള്ളും ഈസ്റ്റും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഈസ്റ്റ് അലർജി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതേസമയം കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ രാവിലെയാണ് അരച്ച് വയ്ക്കുന്നതെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. അതെല്ലാം നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് അതിരാവിലെ തന്നെ തേങ്ങാവെള്ളം കലക്കി വയ്ക്കുക. അതിനുശേഷം രാത്രി ഇത് അരച്ച് വയ്ക്കുക. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് അപ്പം ചുടാൻ പാകത്തിന് റെഡി ആയിട്ടിരിക്കും. ഇനി ഡക്ക് റോസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാം. അതിനായിട്ട് 1 കിലോ ഡക്ക് ഞാനിവിടെ നല്ലപോലെ കഴുകി വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ റെഡിയാക്കി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിലും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഡക്ക് വെന്ത് കിട്ടും. പക്ഷേ ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ആയിരിക്കുക. അതുകൊണ്ട് ഞാനിവിടെ കുക്കർ യൂസ് ചെയ്യുന്നില്ല. കുക്കറാണ് എടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ നേരെ കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം അതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ബേ ലീവ്സ് 2 എണ്ണം, കരിയാമ്പൂ 5 എണ്ണം, ഏലക്ക 5 എണ്ണം, 5 കുരുമുളക്, 1 കഷ്ണം കറുവാപ്പട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കല്ലിൽ ചതച്ചെടുത്ത 1/2 കപ്പ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കല്ലിൽ തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇനി ഇതേപോലെ തന്നെ കല്ലിൽ ചതച്ചെടുത്ത 1/2 കപ്പ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. 6 പച്ചമുളകും കൂടെ ഇതേപോലെ തന്നെ കല്ലിൽ ചതച്ചെടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി ഇടുന്നില്ല. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പച്ചമുളക് എടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം പച്ചമുളക് ഇടാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ചധികം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക. ഇനി ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഇടത്തരം 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ വഴന്നു വരണം.
പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഇനി ഇത് നന്നായി വഴന്നതിന് ശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് പൊടികളൊന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് പൊടികളെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മളുടെ പൊടികൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഡക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് തേങ്ങയുടെ 2-ാം പാലിൽ കിടന്നിട്ടാണ് വേവിക്കേണ്ടത്. അപ്പം 2 കപ്പ് 2-ാം പാലും കൂടെ റെഡിയാക്കി വെക്കണം. ആദ്യമേ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കുക. മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇളക്കുക. എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2-ാം പാലിൽ കിടന്ന് വേവുമ്പോഴായിരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പം ഞാൻ 2-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് 2-ാം പാൽ ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 2 കപ്പും വേണ്ടി വരും. ആദ്യമേ തന്നെ ഇത് നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾക്ക് അടുത്ത കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 2-ാം പാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച 2-ാമത്തെ കപ്പും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം 2-ാം പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലപോലെ വേവിക്കേണ്ടി വരും. അതായത് ഡക്കായതുകൊണ്ട് വണ്ണമുറക്കെ എന്തായാലും വേവ് വേണ്ടി വരും. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുക്കറാണെങ്കിൽ ഈ സമയത്ത് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. ഇപ്പം ഏതാണ്ട് 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഡക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പം വെള്ളം വറ്റുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. ഇനി ലാസ്റ്റ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. ഇനി നമ്മൾക്ക് 1-ാം പാൽ ഒഴിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പം ഞാനിവിടെ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തള വരുമ്പോഴത്തേക്ക് നമ്മൾക്കിത് ഓഫ് ചെയ്യാം. അതോടെ നമ്മളുടെ താറാവ് കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ചാറെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിരിക്കും നമ്മൾക്ക് താറാവ് കറി കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് അപ്പവും കൂടെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. കള്ളും ഈസ്റ്റും ഒന്നുമില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇരുമ്പിൻ്റെ തവയാണ് നല്ലത്. നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം, അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇരുമ്പിൻ്റെ തവയിൽ ഉണ്ടാക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിവിടെ ഇങ്ങനെ ഉള്ളി വെച്ചിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഓരോന്നായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 3 എണ്ണമായിട്ട് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെക്കും വേണ്ട. ഇത്രയും വരെ ആകുമ്പോൾ ഇത് തിരിച്ചിടണം. അടച്ച് വെക്കാതെയാണ് സാധാരണ കള്ളപ്പം വേവിക്കാറ്. ഇനി ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ആ സൈഡും കൂടെ മൊരിയുമ്പോൾ നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കള്ളപ്പവും കൂടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇത് 3 എണ്ണമായിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇരുമ്പിൻ്റെ തവയാകുമ്പോൾ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. ഉള്ളിയുടെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അത് എണ്ണയിൽ മുക്കിയിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ 3 എണ്ണം വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജോലിയും തീരും, പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയും തീരും. ഇത് നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവ് വെന്തിട്ടുള്ള ചെറിയൊരു കളർ വരും. ആ സമയത്ത് നമ്മൾക്കിത് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കുക. ഇങ്ങനെ 3 എണ്ണം വേണമെങ്കിൽ ഒരുമിച്ച് ഉണ്ടാക്കാം. 2 സൈഡും ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയും തീരും, നമ്മളുടെ ജോലിയും പെട്ടെന്ന് തീരും. ഇനി ഇത് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇത് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ച് കൊടുക്കാതെ നേരെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്നായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അടുത്തതും ഒഴിച്ചു കൊടുക്കുക. എണ്ണ തേക്കേണ്ട എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ തവയുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇപ്പം ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നല്ലപോലെ ഹോൾസ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതും. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് 14 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അതായത് 1.5 കപ്പ് അരിപ്പൊടി വെച്ച് 14 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം 14 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്